ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വചനം, ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിയുന്നു. ഭോഷയാകട്ടെ സ്വകരങ്ങൾ കൊണ്ട് സ്വന്തം ഭവനം തകർക്കുന്നു. ഒരു വീടിനെ സ്വർഗമാക്കാനും നരകമാക്കാനും ഒരു സ്ത്രീക്ക് കഴിയും. നാം ഓരോരുത്തരും രൂത്തിനെ പോലെയും എസ്തറിനെ പോലെയും കുടുംബത്തിന് കാവലാകുന്ന സ്ത്രീകളാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടാൻ സാധ്യതയുള്ള ഒരു കുടുംബത്തിൻ്റെ സമാധാനത്തെയും ഭാവിയെയും പൂർണ്ണമായും തകർക്കാൻ കഴിയുന്ന സ്വഭാവങ്ങളെക്കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ബൈബിൾ പറയുന്ന ഈ സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഇത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ മനോഹരമാകും. വീഡിയോ മുഴുവനായി കാണുക. ഈ വലിയ ആത്മീയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുകയും എപ്പോഴും സമാധാനം നിലനിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരിമാരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവേ, എൻ്റെ കുടുംബത്തെ സമാധാനത്തിൽ പടുത്തുയർത്താൻ എനിക്ക് ജ്ഞാനം നൽകണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിൽ സ്വർഗീയമായ ഒരു കാവലായി മാറട്ടെ. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കലഹിക്കുന്ന പ്രകൃതം. നമ്മുടെ വീട് എപ്പോഴും വഴക്കുകളുടെ കുറ്റപ്പെടുത്തലുകളുടെ ഇടമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എപ്പോഴും എന്തെങ്കിലും കുറ്റം കണ്ടെത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട് ഒരിക്കലും ഒരു സ്വർഗമാകില്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ഇതായിരിക്കണം ഒരു ക്രിസ്തീയ സ്ത്രീയുടെ സംസാരം. അതുപോലെ നിങ്ങൾ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നവൾ ആണോ? വചനം പറഞ്ഞതുപോലെ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എപ്പോഴും ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾക്കും ഫാഷനുകൾക്കും പിന്നാലെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. ഭർത്താവും കുടുംബവും ദൈവത്തിലേക്ക് വളരാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളെ അവരെ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോയാൽ അവിടെ വലിയ ആത്മീയ തകർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നവളാണോ നിങ്ങൾ? ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നു. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. നമ്മൾ രാജാവായ ദൈവത്തിൻ്റെ പെൺമക്കളാണ്. നമ്മുടെ ശരീരവും വസ്ത്രധാരണവും എപ്പോഴും അന്തസ്സോടെയും മാന്യതയോടെയും വേണം കാത്തുസൂക്ഷിക്കാൻ. മറ്റുള്ളവരുടെ മുൻപിൽ അനാവശ്യമായ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയോ ബാഹ്യ സൗന്ദര്യം കാണിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയോ നമ്മൾ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ വിലയേറിയ ദൈവകൃപയെയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. അതുപോലെ എളിമയും ജ്ഞാനവും ഇല്ലാത്തവരാണോ നിങ്ങൾ? ബാഹ്യമായ സൗന്ദര്യം എത്രയുണ്ടായിട്ടും കാര്യമില്ല. ആന്തരികമായ ജ്ഞാനവും എളിമയും ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ തയ്യാറാകാത്ത, ദൈവവചനത്തിന് മുമ്പിൽ എളിമപ്പെടാൻ തയ്യാറാകാത്ത, ഭർത്താവിനെയോ കുടുംബത്തെയോ ബഹുമാനിക്കാത്ത ഒരു അഹങ്കാരത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നാശത്തിലേക്കാണ് നയിക്കുന്നത്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ബൈബിൾ ഒരിക്കലും സ്ത്രീകളെ തരം താഴ്ത്തുകയല്ല. മറിച്ച് സ്ത്രീയുടെ വില എത്രത്തോളമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. സ്ത്രീകളുടെ കൈകളിലാണ് അവരുടെ കുടുംബത്തിൻ്റെ ഭാവി. നിങ്ങളാണ് ആ വീടിൻ്റെ പ്രകാശവും സമാധാനവും. മേൽപ്പറഞ്ഞ ഏതെങ്കിലും കുറവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഈശോയുടെ മുൻപിൽ വെച്ച് തിരുത്താം. ദൈവം നമ്മുടെ കുടുംബങ്ങളെ വലിയ അനുഗ്രഹമാക്കി മാറ്റും. നമ്മുടെ കുറവുകളെ പ്രതി നമ്മൾ നിരാശപ്പെടാതെ, നമ്മുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുവെങ്കിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ സമാധാനത്തിൻ്റെ ഒരു വലിയ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ഈ നിമിഷം നമ്മൾ എവിടെയായിരുന്നാലും
കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ഉറവിടമായ ഈശോയെ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും എൻ്റെ സംസാരങ്ങളിലൂടെയും കലഹങ്ങളിലൂടെയും ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ സമാധാനം നശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാരങ്ങളെയും ലോകമോഹങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആന്തരികമായ ജ്ഞാനം തന്ന് നിറയ്ക്കണമേ. എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഞാനൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ, എൻ്റെ വീടിനെ സ്വർഗമാക്കി മാറ്റാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമേ. ആമേൻ. ഈ വാക്കുകൾ നിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കുടുംബജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ.